വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് ഡൽഹി പോലീസിൻ്റെ ഗ്രൂപ്പുകളോ കാര്യങ്ങളൊക്കെ നിങ്ങളുണ്ടെങ്കിൽ അതിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. ഡൽഹി പോലീസിൻ്റെ എല്ലാത്തിൻ്റെയും റിവൈസ്ഡ് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചധികം ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളും കുറച്ചധികം കാര്യങ്ങൾ തന്നെ പറയേണ്ട, എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ വലിച്ചു വരെ നീട്ടാതെ നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൽഹി പോലീസിൻ്റെ ലേറ്റസ്റ്റ് വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ നോക്കാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് നമ്മൾ വ്യൂ ചെയ്ത് നോക്കുകയാണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അതിൽ പറയുന്നത് നോക്കുകയാണ്. അതിന് മുമ്പ് കഴിഞ്ഞ തവണ വന്നിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൂടി നമുക്ക് നോക്കാം. ഇത്തവണ വന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. സോ ഇതാണ് തുടക്കത്തിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ നോട്ടിഫിക്കേഷനിൽ ആകെ മൊത്തം 7569 ഒഴിവുകളാണ് ഉള്ളത്. ഇവിടെ ഫീമെയിൽസിന് മെയിൽ നിങ്ങളുടെ കാറ്റഗറി ഇവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നിലവിൽ വന്നിട്ടുള്ള നോട്ടീസും ആദ്യം വന്നിട്ടുള്ള വേക്കൻസി നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വേക്കൻസി ഇത് താൽക്കാലിക വേക്കൻസിയാണ്. നമുക്ക് ബാക്കിയുള്ളത് ബാക്ക്ലോഗ്സ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് മുമ്പോട്ടേക്ക് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അപ്ഡേറ്റ്, അതായത് ഈ രണ്ട് കാര്യങ്ങളും മാച്ച് ചെയ്തിട്ടേ നമുക്കൊരു ഡാറ്റ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് കിടക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഇത് ആദ്യമുള്ളത് ഓൾഡായിട്ടുള്ള വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ന്യൂ ആണ് കേട്ടോ, ഇത് ന്യൂ വണ്ണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ന്യൂ വണ്ണുമാണ്. സോ നമുക്ക് രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന എടുക്കാം. ഇതാണ് ആൺകുട്ടികൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഫസ്റ്റ് പോയിന്റ്. ഇത് സെക്കൻഡ് നമ്മുടെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കാണ്, അത് നമുക്ക് നോക്കണ്ട, നടുവിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണ്ട. അപ്പോൾ തുടക്കത്തിൽ വന്നിട്ടുള്ള വേക്കൻസി ആൺകുട്ടികൾക്ക് ജനറൽ കാറ്റഗറി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 1914 വേക്കൻസി വന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ ഇത് പുതുതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്, ഇത് ന്യൂ ആണ് കേട്ടോ, ഇപ്പം വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡിങ് ബാക്ക്ലോഗ് പറയുന്നുണ്ട്. SC-ക്ക് 127 ആൻഡ് ST-ക്ക് 71 ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വ്യത്യാസപ്പെട്ടു എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ ജനറലിൻ്റെ വേക്കൻസി ഗണ്യമായിട്ട് കുറയുകയാണ് ചെയ്തത്. 1733 ആൺകുട്ടികൾക്കുള്ളത്. ഇവിടെ 900 ഉണ്ടായിരുന്നു, 914 ഉണ്ടായിരുന്നു, ഇവിടെ 733 ആയി, അത് 1733. EWS-ന് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ളത് 434. നേരത്തെ അത് 516 ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് 456, 16 456 ഉണ്ടായിരുന്നു, അതിപ്പോൾ 434 ആയിട്ടുണ്ട്. സോ ഓരോന്ന് നിങ്ങൾക്ക് നോക്കാം കേട്ടോ, ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാം. OBC-ക്ക് മുമ്പ് 967 ഉണ്ടായിരുന്നു, OBC-ക്ക് 967, ഇപ്പോൾ അത് 956 ആയിട്ടുണ്ട്, കുറച്ചധികം കുറയുക തന്നെ ചെയ്തു. അതുപോലെ തന്നെ SC-ക്ക് കാണാൻ സാധിക്കുന്നതാണ് 729 ഉണ്ടായിരുന്നു, അത് 729 സ്റ്റിൽ റിമെയിൻ അതുപോലെ തന്നെ ഉണ്ട്. നേരെ മറിച്ച് ST വിഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് 342 ആയിരുന്നു ഉള്ളത്, അത് 337 ആയിട്ടുണ്ട്. അപ്പോൾ ആകെ വേക്കൻസി നോക്കുകയാണെങ്കിൽ 4408 വേക്കൻസി ആൺകുട്ടികൾക്ക് ടോട്ടൽ ഉണ്ടായിരുന്നു, അത് 4189 എന്ന നിലയിൽ ചുരുങ്ങി. ഇനി പെൺകുട്ടികളുടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പെൺകുട്ടികളുടെ വേക്കൻസിയിൽ വന്നിട്ടുള്ള മാറ്റം. ഇത് മെയിൽ കമാൻഡ് കൊണ്ടാണ് പെൺകുട്ടികൾ ഇവിടെ കാണാൻ സാധിക്കും. മെയിൽസിന് ആകെ മൊത്തം വേക്കൻസി വന്നിട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് കമാൻഡും എല്ലാം കൂടിയിട്ടാണ്, നമ്മൾ നോക്കുന്നില്ല, എല്ലാവരും ഉള്ള വേക്കൻസിയാണ് ഇവിടെ പറയുന്നത്. ജനറലി എല്ലാവർക്കും അപേക്ഷിക്കുന്നതാണ് ഇത്. അതുപോലെ ഫീമെയിൽസിനെ നോക്കുകയാണെങ്കിൽ ജനറലിൻ്റെ കുറഞ്ഞു. മുമ്പ് ജനറൽ എത്ര ഉണ്ടായിരുന്നു ഫീമെയിൽസിന് 1047 ഉള്ളത് 948 ആയി. അതുപോലെ EWS-ൻ്റെ സ്റ്റിൽ അത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ OBC-ൻ്റെ കാണാൻ സാധിക്കും ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്, 31 എന്നുള്ളത് 25 ആയി, 525 ആയി. അതുപോലെ തന്നെ SC കാണാൻ സാധിക്കും 457 പറയുന്നുണ്ട്, 457 അതുപോലെ തന്നെ റിമെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ST കാണാൻ സാധിക്കും, ഇവിടെ ST-ക്കുള്ളത് 212 ആണ്, ഇവിടെ 208 ആയിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസി ഫീമെയിൽസിനുള്ളത് ഏകദേശം 2496 വേക്കൻസി ഉള്ളത് 2376 വേക്കൻസി ആയി. ഭയങ്കര വിഷമമുണ്ടാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും. കാരണം വേക്കൻസി വലിയ രീതിയിലല്ലെങ്കിലും ഇവിടെ കാണാൻ സാധിക്കും 7565 വേക്കൻസിയാണ് ടോട്ടൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിപ്പോൾ 7201 വേക്കൻസിയിലേക്ക് ചുരുങ്ങുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഞാൻ വാട്സപ്പിൽ വോയിസ് ഇടാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല. ഏകദേശം ഒരു വോയിസിൻ്റെ ലെങ്ത്ത് 45 മിനിറ്റും അതുപോലെ തന്നെ 50 മിനിറ്റൊക്കെ വരാറുണ്ട്, 50 മിനിറ്റ് വരാറുണ്ട്, പെർസെൻറ്റേജ് അല്ല മിനിറ്റൊക്കെ വരാറുണ്ട്. ഈ ഒരു വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്ത് നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. സോ അത് പലർക്കും ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ അതിലൊക്കെ ഞാൻ പറയുന്ന കാര്യം, മുന്നോട്ടേക്ക് ഗവൺമെൻറ് ജോബ് ആണെങ്കിൽ പോലും
നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് പോലുള്ള കാര്യങ്ങൾ ഈ ഒരു ജോബിനെ വരെ റീപ്ലേസ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കയറണം എന്നുള്ളത് ഞാൻ പറയുന്നുണ്ടായിരുന്നു. സോ അത് ഇനി ഇങ്ങനെയുള്ള വോയിസുകൾ വേണമെന്ന് പലയിടത്തും ചോദിച്ച സമയത്ത് വേണ്ട എന്നുള്ളൊരു ഒപ്പീനിയനാണ് കൂടുതൽ മെജോറിറ്റി ഓഫ് ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ വാട്സപ്പിൽ ഇനി അങ്ങനെയുള്ള വോയിസ് ഇടില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. ഇവിടെ വേക്കൻസി കുറയാണ് ചെയ്തത്. ഇത്ര നാൾ നമ്മൾ വേക്കൻസി കൂടി എന്ന് പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ഇടാറുള്ളത്. ഇത് ഫസ്റ്റ് പോസ്റ്റ്. ഇനി നമുക്ക് നോക്കാനുണ്ട്. ഡൽഹി പോലീസിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ, മിനിസ്റ്റീരിയൽ, അതുപോലെ തന്നെ AWOTP, ഇത് ഓരോന്നായിട്ട് ഇനി അടുത്ത് നോക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ പറയാനുള്ളത്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൽ കയറാൻ താല്പര്യമുള്ളവർ പഠിച്ച് കയറുക തന്നെ വേണമെന്നാണ് പറയാനായിട്ടുള്ളത്. സോ എല്ലാ മേഖലകളൊന്നും മാറ്റിയില്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ മുമ്പിലേക്ക് വരും എന്നാണ്. അത് ഞാൻ മുമ്പ് വോയിസ് പറഞ്ഞതാണ്. അത് ഇതിൽ പറഞ്ഞിട്ട് വീഡിയോൻ്റെ ലെങ്ത് എനിക്ക് കൂട്ടുന്നില്ല. ഡയറക്റ്റ് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എക്സിക്യൂട്ടീവിൻ്റെ, ഡൽഹി പോലീസ് എക്സിക്യൂട്ടീവിൻ്റെയാണ്. ഡ്രൈവറിൻ്റെ ഇവിടെ ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് ഓപ്പൺ ആവുന്നുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാത്തത് മുമ്പുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വെച്ച് അനലൈസ് ചെയ്യാം. ഇതിൽ അനലൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ലെങ്ത് കൂടും കേട്ടോ ഇതിൻ്റെ. അതുകൊണ്ടാണ് ആവശ്യമാണെങ്കിൽ നമുക്ക് ഓപ്പൺ കാറ്റഗറീൻ്റെ വേക്കൻസി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓപ്പൺ കാറ്റഗറീൻ്റെ ടോട്ടൽ 584 വേക്കൻസി വന്നിട്ടുണ്ട്. ടോട്ടലായിട്ട് ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ. 660 വേക്കൻസി ടോട്ടൽ വന്നിട്ടില്ല കേട്ടോ. മുമ്പ് എത്രയുള്ളതെന്നും കൂടി നമുക്ക് നോക്കാം. ഇതിപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നതാണ്. സോ അത് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡൽഹി പോലീസ് ഡ്രൈവർ 2025 നോട്ടിഫിക്കേഷനിൽ 737 വേക്കൻസി ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് അത്ര ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗൂഗിൾ ആയതുകൊണ്ട് നമുക്ക് എടുത്ത് അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ ഇതിൽ തെറ്റ് ഡാറ്റകൾ കാണിക്കാറില്ല. അധികവും ജെന്യൂൻ ആയിട്ടുള്ളതാണ് വരാറുള്ളത്. എന്നാൽ ഏകദേശം ഒരു കണക്കാണ് പറയുന്നത് കേട്ടോ. 737 ഉണ്ടായിരുന്നത് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന സമയത്താണ്. സോ നിലവിലെ വേക്കൻസി നോക്കിയേ 660 കുറഞ്ഞിട്ടുണ്ട്. വേക്കൻസി ഇവിടെയും കുറയുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഹെഡ് കോൺസ്റ്റബിൾ, മിനിസ്റ്റീരിയൽ പോലുള്ള പോസ്റ്റിലേക്ക് കിടക്കാം. സോ ഇവിടെ നമ്മൾ കാണുന്നത് ഹെഡ് കോൺസ്റ്റബിൾ, മിനിസ്റ്റീരിയൽ. ആദ്യം കൂടുതൽ പേര് നോക്കിക്കൊണ്ടിരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇതായിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ആയിരുന്നു. അതിനുശേഷം കൂടുതൽ പേര് നോക്കുന്നതാണ് നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ, മിനിസ്റ്റീരിയൽ എന്ന് പറയുന്ന പോസ്റ്റ്. ഡ്രൈവർ നോക്കുന്നവരില്ല എന്നല്ല ഉണ്ട്. പക്ഷേ കൂടുതൽ പ്രിഫറൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ എത്ര വേക്കൻസി വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫീമെയിൽസിനും മെൻ ആൻഡ് വുമണിന് 2 ടൈപ്പിലായിരുന്നു അന്ന് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. സോ അത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാം. മുൻപ് വന്നിട്ടുള്ള വേക്കൻസി വെച്ച് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഓൾഡ് ആണ് കേട്ടോ. ഓൾഡ് നോട്ടിഫിക്കേഷൻ്റെ, അതായത് ആദ്യം വന്ന വേക്കൻസി. ഇത് ന്യൂ ആണ് കേട്ടോ. ന്യൂ വേക്കൻസിയാണ് ഇവിടെ കാണുന്നത്. സോ ഇതിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാറ്റഗറി വെച്ചിട്ട് നോക്കാവുന്നതാണ്. ഓരോ കാറ്റഗറി വെച്ചിട്ട് നോക്കാവുന്നതാണ്. ഹെഡ് കോൺസ്റ്റബിൾ, മിനിസ്റ്റീരിയൽ മെയിലിന് ആദ്യം വന്നിട്ടുള്ള വേക്കൻസിയാണ് കാണുന്നത്. ജനറലിന് ഓപ്പൺ കാറ്റഗറിയാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ ജനറൽ മെയിലിന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 151 വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പം കാണാൻ സാധിക്കും അത് ഏകദേശം 134 ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറയുന്നുണ്ട്. ഓരോന്നും കുറഞ്ഞിരിക്കുകയാണ്. എല്ലാ മേഖലയിലും കുറവ് വന്ന് കാണാൻ സാധിക്കും. ആകെ ഉള്ളത് SC വിഭാഗത്തിന് 2 വേക്കൻസി ഇൻക്രീസ് ആയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇത് ന്യൂ ആണ്. ന്യൂവിൽ 2 വേക്കൻസി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും കുറയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ STയിൽ കാണാൻ സാധിക്കും. അവിടെ കാണാൻ സാധിക്കുന്നതാണ് 6 എന്നുള്ളത് 8 വേക്കൻസി ആയിട്ടുണ്ട്. അവിടെ ഒരു ഇൻക്രീസ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ബാക്ക്ലോഗ് വേക്കൻസി അവിടെ വേക്കൻസി ആഡ് ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് കേട്ടോ ന്യൂ. ഇതാണ് പുതിയ വേക്കൻസി. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് അന്ന് ഉണ്ടായിരുന്നത് 295 വേക്കൻസീസ് ആയിരുന്നു. അത് ഇന്ന് 275 വേക്കൻസി ആയിട്ട് കുറയാണ് ചെയ്തിട്ടുള്ളത്. കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഫീമെയിൽസിനെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഫീമെയിൽസിൻ്റെ ഒഴിവ്. ഓപ്പൺ ആയിരുന്നു. എല്ലാവർക്കും പെൺകുട്ടികൾക്ക് ഓപ്പൺ ആയിട്ട് മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് എക്സ് സർവീസ് മാൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ കാറ്റഗറി ആയിട്ട് വരുന്നത്. ഫീമെയിൽസ് അല്ല ഓപ്പൺ കാറ്റഗറി ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും 82 വേക്കൻസി ജനറൽ ഉണ്ടായിരുന്നു. അത് 72 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിക്കും ഇവിടെ EWS കൂടിയിട്ടുണ്ട് കേട്ടോ. EWSന് 17 കുറയാണ് ചെയ്തത്. 17 ഇത് ന്യൂ അല്ല, ഇത് ഓൾഡാണ്. 17 വേക്കൻസി എന്നുള്ളത് 15 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 38 ഉള്ളത് OBCക്ക് 35 കുറഞ്ഞിട്ടുണ്ട്. 1 വേക്കൻസി SCക്ക് കുറഞ്ഞ കാണാൻ സാധിക്കും. ഇവിടെ STക്കും കുറഞ്ഞിട്ടുണ്ട്. 5 വേക്കൻസി ആയിട്ടുണ്ട്. സോ അന്ന് 168 വേക്കൻസി ഉണ്ടായിരുന്നത് ഇന്ന് 150 വേക്കൻസി ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടോട്ടൽ വേക്കൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അന്ന് 160, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 168 വേക്കൻസി ഉള്ളത്. ഇന്ന് കാണാൻ സാധിക്കും 150 ആയിട്ടുണ്ട്. 168, 150 ആയിട്ടുണ്ട്. ഇവിടെയും കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെഡ് കോൺസ്റ്റബിൾ, മിനിസ്റ്ററിൽ നോക്കിയാൽ ഇനി AWOTPO ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാവുന്നതാണ്. സോ അവിടെ വന്നിട്ടുള്ള വേക്കൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മുന്നത്തെ വേക്കൻസി വെച്ചൊന്ന് കമ്പയർ ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഓൾഡ് വേക്കൻസിയാണ് കേട്ടോ. ഓൾഡാണിത്. ഇത് ന്യൂ വേക്കൻസിയാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ന്യൂ വേക്കൻസിയാണ്. സോ നമുക്ക് രണ്ടും കമ്പയർ ചെയ്യാം. ജനറൽ കാറ്റഗറിയിൽ ഓപ്പൺ നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ AWOTPO ആണ് കേട്ടോ.
അപ്പോൾ അതിൽ ആദ്യം ആൺകുട്ടികൾക്ക് ജനറൽ വന്നിട്ടുള്ളത് 100 ഇപ്പോഴത്തെ 100 ഒഴിവ്, പണ്ട് 126 ഒഴിവുണ്ടായിരുന്നു. ഇതാണ് ഓൾഡ് ഇതാണ്, ഇത് ന്യൂ ആണ്. അപ്പോൾ പുതുതായിട്ട് അതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം 100 ഒഴിവായിട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. 126 വേക്കൻസി ഇല്ല. അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. EWS OBC ഓരോന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ക്രമാതീതമായിട്ട് തന്നെ കുറഞ്ഞതും കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയും കൂടിയതായിട്ട് കാണുന്നില്ല. SCക്ക് കൂടിയതായിട്ട് കുറയുകയും ചെയ്തിട്ട് 33 ഉള്ളത് 25 ആയിട്ടുണ്ട്. STക്കും കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ആകെ മൊത്തം 285 വേക്കൻസി ഉള്ളത് 226 വേക്കൻസി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികൾക്ക്. ടോട്ടൽ ആൺകുട്ടികൾക്ക് 370 വേക്കൻസി ഉണ്ടായിരുന്നു. അത് 297 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി വനിതകളുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഇതാണ് ഫീമെയിൽസിൻ്റെ വേക്കൻസിയിലേക്കാണ് കിടക്കുന്നത്. അതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഓപ്പൺ കാറ്റഗറിയിൽ 70 വേക്കൻസി ഉണ്ടായിരുന്നത് 56 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരുടെയും കുറവ് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവരുടെയും വേക്കൻസി കുറയാണ് ചെയ്തത്. അന്ന് പെൺകുട്ടികൾക്ക് 163 വേക്കൻസി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് 132 ആയിട്ട് കുറയുകയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ടോട്ടൽ വേക്കൻസി 182 ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് 146 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ എല്ലാ വേക്കൻസിയും കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. സോ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട. വളരെ പെട്ടെന്ന് താല്പര്യമുള്ളവർ പഠിച്ച് കയറാൻ തന്നെ ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, പേടിപ്പിക്കാനല്ല. കൃത്യമായിട്ട് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റ് കണ്ടപ്പം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ബാക്കിയുള്ള അപ്ഡേറ്റും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.